ലോകമഹാത്ഭുതങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? ചിലർ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഒളിമ്പിക്സ് ചരിത്രത്തിൽ 7 ലോകമഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരാളുണ്ട്. അമേരിക്കക്കാരനായ മാർക്ക് സ്പിറ്റ്സ്. കക്ഷി നീന്തൽക്കുളത്തിൽ നിന്നാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചത്. കക്ഷി നീന്തൽ പരിശീലിച്ചു തുടങ്ങുന്നത് അച്ഛനോടൊപ്പം 2ാം വയസ്സിലാണ്. 10ാം വയസ്സായപ്പോഴത്തേക്കും കക്ഷി 50 മീറ്റർ നീന്തലിൽ ലോക റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചു. 18ാം വയസ്സിൽ ആദ്യ ഒളിമ്പിക്സിനെത്തി. മെക്സിക്കോയിലായിരുന്നു. അന്ന് നീന്തിയെടുത്തത് 2 സ്വർണവും 1 വെള്ളിയും. പക്ഷെ കഥ ചരിത്രമായി മാറിയത് പിന്നീടാണ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ അദ്ദേഹം വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു, ഞാൻ 7 മെഡലുകൾ നേടുമെന്ന്. ആ 7ഉം അതേപോലെ തന്നെ അദ്ദേഹം മുങ്ങിയെടുത്തു. 4 വ്യക്തിഗത സ്വർണങ്ങളും 3 ടീം ഇനത്തിലുള്ള സ്വർണങ്ങളും. ഇതൊന്നും വെറുതെ സ്വർണങ്ങളായിരുന്നില്ല, എല്ലാം ലോക റെക്കോർഡുകളായിരുന്നു. അതാണ് കായിക ചരിത്രത്തിൽ 7 മഹാത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷെ കഥയുടെ ക്ലൈമാക്സ് അതൊന്നുമായിരുന്നില്ല. അന്നാണ് കളിക്കളത്തിൽ ആദ്യമായി രാജ്യങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ചോര ചിന്തിയത്. പാലസ്തീൻ തീവ്രവാദികൾ കളിക്കളത്തിലെത്തി 2 ഇസ്രായേലികളെ കൊന്നു. ഒപ്പം 9 പേരെ ബന്ദിയാക്കി. അവരെയും പിന്നാലെ കൊന്നു. അതിൽ മനംതൊന്ത മാർക്ക് സ്പിറ്റ്സ് സമാപന സമ്മേളനത്തിന് പോലും നിൽക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷെ നാട്ടിൽ അദ്ദേഹത്തിന് ഈ പൊന്നു തമ്പുരാന് വളരെ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അങ്ങനെയാണ് മാർക്ക് സ്പിറ്റ്സ് ഒളിമ്പിക്സ് ചരിത്രത്തിലെ മഹാ അത്ഭുതമായി മാറിയത്.